ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ കാണുന്ന സാധാരണ ആംപ്ലിഫയറിൽ നമ്മൾ സബ് ആംപ്ലിഫയർ ബോർഡ് കൂടി ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന് 450 രൂപയാണ്. അതുപോലെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ 2.1 ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിട്ട് ഇത് കാണുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലത്തെ ആംപ്ലിഫയർ ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറെ റെക്ടിഫയർ കണക്ട് ചെയ്യേണ്ട, സബിൻ്റെ ഫിൽറ്റർ ബോർഡൊന്നും കണക്ട് ചെയ്യേണ്ട, നമുക്ക് പണി എളുപ്പമുണ്ട്. ഇതുപോലത്തെ ബോർഡ് 450 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ വർക്കിംഗ് റിസൾട്ട് കാണിച്ചു തരാം. അപ്പം പാട്ട് ക്ലിയർ ആയിട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്ത വേറെ ഒന്നും ഉണ്ടല്ല, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റീരിയോ ആംപ്ലിഫയർ, അതായത് ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ ഔട്ടുള്ള സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഇതിൻ്റെ കൂടി ഒരു സബ് ആംപ്ലിഫയർ ബോർഡ് കൂടി ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ കൈകളിലും സാധാരണ ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ ഔട്ടുള്ള ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ സബ് ആംപ്ലിഫയർ ഇതുപോലെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ A to Z കണക്ഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തും. അതുപോലെ ഈ ഒരു ബോർഡ് കൂടി നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആംപ്ലിഫയർ സ്റ്റീരിയോ ആംപ്ലിഫയർ 2.1 ആംപ്ലിഫയർ ആയിട്ട് മാറും. അതായത് ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ ഔട്ടും പിന്നെ ഒരു സബ് ഊഫർ ഔട്ടും ഈ രീതിയിലേക്കാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡ്, അപ്പോൾ ഇത് അധികം ആരും കണ്ടു കാണാൻ വഴിയില്ല. ഇത് 80 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ ഡുവൽ പവർ സപ്ലൈ വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ട്രാൻസ്ഫോമർ നേരിട്ട് കണക്ട് ചെയ്യാം. ഈ ഒരു ബോർഡിൽ റെക്ടിഫയറും അതുപോലെ ഫിൽറ്റർ കപ്പാസിറ്ററും ഉണ്ട്. അതുപോലെ ഈ ഒരു ബോർഡിൽ തന്നെ സബിൻ്റെ ഫിൽറ്ററും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കണക്ഷനൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ബോർഡ് ഇത് 450 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. ഈ ഒരു ബോർഡ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചാണ്. അപ്പോൾ ഇത് ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയതാണ്. IC ഒരുപാട് തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോർഡിൻ്റെ. ഈ ഒരു ബോർഡിൽ 4 ഫിൽറ്റർ കപ്പാസിറ്ററാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഒരു ബോർഡിൽ TDA 2030 IC ആയിരുന്നു. അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ TDA 2050 IC ഉപയോഗിക്കാം. അപ്പോൾ സൗണ്ട് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ 12 വോൾട്ട് ഡുവൽ പവർ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കേണ്ടത്. 12 വോൾട്ടിൻ്റെ ഡുവൽ പവർ ട്രാൻസ്ഫോമർ ഒരു 4 ആംപിയറിനെങ്കിലും വേണ്ടി വരും. സാധാരണ എല്ലാത്തിലും സെൻട്രലായിട്ടാണ് 0 വോൾട്ട് നേടിയേക്കുന്നത്. ഇതിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. 12 ലാസ്റ്റാണ് 0 വോൾട്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ 0 വോൾട്ട് നേടിയേക്കുന്ന ഈ ഒരു പോയിന്റിലേക്കാണ് 12 വോൾട്ട് ഡുവൽ പവർ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യേണ്ടത്. മറ്റ് 2 വയറുകൾ നമുക്ക് ഈ ഒരു 12 വോൾട്ട് നേടിയേക്കുന്ന ഈ 2 പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഔട്ട്പുട്ടിൽ 3 വയറുള്ള ട്രാൻസ്ഫോമറാണ്. ഇതിന് സെൻറ്റർ ടാപ്പിംഗ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഡുവൽ പവർ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയും. 0 വോൾട്ട് നേടിയേക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിലെ വയറും 12 നേടിയേക്കുന്ന പോയിന്റുകളിലേക്ക് ഈ 2 സൈഡിലുള്ള വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അടുത്തായിട്ട് ഈ ഒരു ബോർഡിലൂടെ ഇൻപുട്ട് നേടിയിട്ടുണ്ട്. ഇതിൽ 3 വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയറിലേക്ക് നമുക്ക് USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യേണ്ടത്. USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് നേരിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇടയ്ക്ക് ഓളിയും കൺട്രോൾ അങ്ങനെയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നേരിട്ട് നമുക്ക് ഈ ഒരു വയർ USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഈ 3 വയറിൽ സെൻറ്ററിലെ വയർ നെഗറ്റീവും 2 സൈഡിലായിട്ടുള്ളത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ്. ഈ കാണുന്ന 3 IC ആണ് ഇതിൻ്റെ സബിൻ്റെ ഫിൽറ്റർ സെക്ഷനും അതുപോലെ പ്രീ ആമ്പൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബോർഡിൽ ഈ കാണുന്നത് ഇത് ഗെയിൻ കൺട്രോളറാണ്. അപ്പോൾ ഇത് ചില ബോർഡുകളിലൊക്കെ ഇത് വോളിയം കൺട്രോൾ ആയിരിക്കും ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിലിങ്ങനെ ഒരു പ്രീസെറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ വോളിയം കൺട്രോളും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു സെൻട്രൽ പോയിന്റിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കറക്റ്റ് ഇങ്ങനെ തന്നെ മതിയാവും. ഇനി ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ബോർഡിൽ 22K VC നേടിയേക്കുന്ന ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ 3 വയർ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ വോളിയം കൺട്രോളറായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 വയറിലാണ് നമുക്ക് വോളിയം കൺട്രോൾ കണക്ട് ചെയ്യേണ്ടത്. 22Kയുടെ വോളിയം കൺട്രോളാണ് നല്ലത്. അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, 47Kയുടെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 വയർ നമുക്ക് വോളിയം കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത്രേ ഉള്ള സംഭവം. പിന്നെ ഈ ഒരു ബോർഡിൽ സ്പീക്കറിന് നേടിയേക്കുന്ന ഈ ഒരു പോയിന്റിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ 2 വയർ ഇതാണ് സബ് ഊഫറിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. അതുപോലെ ഈ ഒരു ടൈപ്പ് ബോർഡ് ഞാനിപ്പോൾ ഒരുപാട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു ബോർഡിൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ സബ് ഊഫർ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ 12 ഇഞ്ചിൻ്റെ സബ് ഊഫർ നമുക്ക് ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യാൻ പറ്റും. 4 ohmsൽ താഴാൻ പാടില്ല. ഈ ഒരു ബോർഡിൽ നമുക്ക് 4 ohmsൻ്റെയോ അല്ലെങ്കിൽ 8 ohmsൻ്റെയൊക്കെ സബ് ഊഫർ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 12 ഇഞ്ചിൻ്റെ സബ് ഊഫർ കൊടുക്കുന്ന സമയത്ത് കുറച്ചങ്ങനെ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു നിലവിൽ ഈ ഒരു ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് TDA 2030 എന്ന് പറഞ്ഞ IC ആണ്. ഈ 2 ICക്കും പകരം TDA 2050 ഈ നമ്പറിലുള്ള IC ഉപയോഗിക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ ട്രാൻസ്ഫോമറും 12 5 ആംപിയറിൻ്റെയൊക്കെ വേണ്ടി വരും. അതുപോലെ ഈ ഒരു ബോർഡ് ഇത് ഞാനിവിടെ 3-4 വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഓരോ തവണയും IC ഒക്കെ പോയ സമയത്ത് ഞാൻ അതിൻ്റെ IC ഒക്കെ മാറി എൻ്റെ പ്രിൻ്റെല്ലാം കട്ടായി പോയതാണ് ഈ രീതിയിലായത്. എന്നിട്ട് പോലും ഈ ഒരു ബോർഡിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല, ഇപ്പോഴും വർക്കിംഗ് ആണ്. IC മാത്രമായിരുന്നു പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡ് മേടിക്കുന്ന ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു ബോർഡിൽ ഒരേ സമയം 2 ബൂഫർ കണക്ട് ചെയ്തേക്കരുത്. അതുപോലെ മറ്റുള്ള ആംപ്ലിഫയർ ബോർഡും ഈ ഒരു ബോർഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള ബോർഡുകൾ കംപ്ലയിൻ്റ് ആയ പൈസ കൂടുതലാവും നന്നാക്കി എടുക്കാൻ. അപ്പോൾ ഈ TDA IC വരുന്ന ആംപ്ലിഫയർ ബോർഡ് കംപ്ലയിൻ്റ് ആയാലും നമുക്ക് നന്നാക്കി എടുക്കാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടുതലായിട്ട് പോകുന്ന ആംപ്ലിഫയർ IC ആണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് വന്നാൽ ഇതിനകത്ത് അടിച്ചു പോകുന്ന ആംപ്ലിഫയർ IC ഇത് 2 മാറിയാൽ മതി. അപ്പോൾ ഒരു ICക്ക് 15-20 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ 2 IC മാറിയാൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് മാറും. ഇത്രേ ഉള്ളൂ.
അതുപോലെ ഈ ഒരു ടൈപ്പ് ബോർഡ് ഇപ്പം എല്ലാ കടകളിലൊന്നും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ മേടിച്ച് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഈ ഒരു ബോർഡ് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച പോലത്തെ സാമ്യമുള്ള ബോർഡ് മോസ്ഫെറ്റ് ടൈപ്പ് ബോർഡാണുള്ളത്. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ച ബോർഡിനേക്കാളും കുറച്ചും കൂടി ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുന്ന ബോർഡാണ്. ഈ ഒരു ബോർഡിന് 549 രൂപയുള്ളൂ. ഈ ഒരു ബോർഡിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ 24 കണക്ട് ചെയ്യണം. ഈ ഒരു ബോർഡിലും റെക്ടിഫയറും ഫിൽറ്റർ കപ്പാസിറ്റി എല്ലാം ഉണ്ട്. ഈ ഒരു ബോർഡിൻ്റെ ബൂഫർ ഔട്ട് ഈ കാണുന്ന 2 പോയിൻ്റാണ്. പിന്നെ ഈ ഒരു ബോർഡിൽ LED ഇൻഡിക്കേറ്ററും ഉണ്ട്. ഈ ഒരു ബോർഡിൽ നമുക്കൊരു 12 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെയൊക്കെ സബ് ബൂഫർ കണക്ട് ചെയ്യാം. ഈ ഒരു ബോർഡിലും ഇൻബിൽറ്റ് ആയിട്ട് സബിൻ്റെ ഫിൽറ്റർ ബോർഡുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ഒരു പോയിന്റിൽ ഓഡിയോ ഇൻപുട്ടും ഈ കാണുന്ന ഈ ഒരു പോയിന്റിൽ വോളിയം കൺട്രോളറാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമേ വീഡിയോയിൽ കാണിച്ച ആ ഒരു ബോർഡിൻ്റെ ഏകദേശം സാമ്യമുള്ള ബോർഡാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ ഒരു ബോർഡ് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ബോർഡ് മേടിക്കാം നിങ്ങൾക്ക്. ഇത് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോൺ ലിങ്കാണ്. അതുപോലെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2.1 ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളതിൽ 2 ആംപ്ലിഫയർ ബോർഡായിരിക്കും ഉപയോഗിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ വോൾട്ടിലുള്ള ആംപ്ലിഫയർ ബോർഡൊക്കെ ആണെങ്കിൽ 2 ബോർഡിനെ നമുക്ക് ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിനെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ടുള്ള ട്രാൻസ്ഫോമർ മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് ബൈൻഡ് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൽ 2 സെറ്റ് ഔട്ട്പുട്ടാണ് വരുന്നത്. ഒരു സെറ്റിൽ 12-0-12 ഔട്ട്പുട്ടും ഒരു സെറ്റിൽ 24-0-24 ഔട്ട്പുട്ടും. അപ്പോൾ നമുക്കിതിൽ 12-0-12 വേണമെങ്കിൽ നമുക്ക് സ്റ്റീരിയോ ആംപ്ലിഫയറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. 24-0-24 ഇത് നമുക്ക് സബ് ആംപ്ലിഫയറിന് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് 2 ആംപ്ലിഫയർ ബോർഡ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമർ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മേടിക്കാനും കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്ത് തരുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. വ്യത്യസ്തമായ വോൾട്ടിലുള്ള 2 ബോർഡ് വർക്ക് ചെയ്യാൻ 2 ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതാണ്. ഇതാകുമ്പോൾ ചിലവ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഒറ്റ ട്രാൻസ്ഫോമറിൽ നമ്മൾ സബിൻ്റെ ബോർഡും സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡും കൂടി വർക്ക് ചെയ്യാനാണ് പോകുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന 2 ബോർഡും 12 വോൾട്ടിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ആംബിയർ കൂടിയ ട്രാൻസ്ഫോമർ ആയിരിക്കണം. ഞാനിവിടെ ഉദാഹരണമായിട്ട് ചെയ്ത് കാണിക്കാനായതുകൊണ്ട് ഇവിടെ 3 ആംബിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ബോർഡും കൂടെ ഒരുമിച്ച് ഒരു ട്രാൻസ്ഫോമറിൽ കൊടുത്ത് വർക്ക് ചെയ്യിക്കുമ്പോൾ വോളിയം കൂടുതലൊക്കെ വെക്കുമ്പോൾ സൗണ്ട് പതറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ആംബിയർ കുറഞ്ഞ ട്രാൻസ്ഫോമറൊക്കെ ആണെങ്കിൽ പഴയ ആംപ്ലിഫയറിനകത്ത് നമ്മൾ സബ് ആംപ്ലിഫയർ ബോർഡ് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്ഫോമർ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ക്യാബിനറ്റിൽ നമ്മൾ സ്റ്റീരിയോ ആംപ്ലിഫയർ ആയിരുന്നു ഉണ്ടാക്കിയത് 4440 IC ഉപയോഗിച്ചുള്ള. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിനറ്റ് തന്നെയാണ് ഈ ഒരു ബോർഡും ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ അതിനകത്ത് സബിൻ്റെ ബോർഡ് ആഡ് ചെയ്യാൻ നേരത്തെ ഈ രീതി ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിൽ നമുക്ക് സബിൻ്റെ വോളിയം കൺട്രോൾ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുടെ വോളിയം കൺട്രോൾ നമ്മൾ ഒറ്റ ഇതിലേക്ക് മാറ്റാൻ പോവാണ് ഡുവൽ വോളിയം കൺട്രോൾ ഉപയോഗിച്ച്. വോളിയം കൺട്രോളിലേക്ക് വയർ കണക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത് കൂട്ടിച്ചേർക്കുന്നില്ല. അതുപോലെ 2.1 ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെയുള്ള ക്യാബിനറ്റ് ആണെങ്കിൽ അതിൽ സബിൻ്റെ വോളിയം കൺട്രോൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഇതിലിപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ലെഫ്റ്റ് റൈറ്റ് 2 ചാനലിൻ്റെ വോളിയം കൺട്രോളർ നമ്മൾ ഒറ്റ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഇവിടെയാണ് നമ്മൾ സബിൻ്റെ വോളിയം കൺട്രോൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരെയും ഐഡിയ അനുസരിച്ച് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സബ് ആംപ്ലിഫയർ ബോർഡിൽ ഒരു വോളിയം കൺട്രോൾ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ വോളിയം കൺട്രോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. വോളിയം കൺട്രോളിലേക്ക് ഇങ്ങനെ വയർ കണക്ട് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ നേരെ ഈ വയർ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വോളിയം കൺട്രോൾ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ട് പാനലിൽ ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ വോളിയം കൺട്രോളും നോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള ഈ ഒരു പോയിന്റിലേക്ക് 3 പീസ് വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 3 വയർ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ വയറിലേക്ക് കണക്ട് ചെയ്യാം. ഈ ഒരു ബോർഡിൽ റെക്ടിഫയറും അതുപോലെ ഫിൽറ്റർ കപ്പാസിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ട്രാൻസ്ഫോമറായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ട്രാൻസ്ഫോമറിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ആംപ്ലിഫയർ ബോർഡിൽ 0 വോൾട്ട് നേടിയേക്കുന്ന പോയിന്റിൽ കണക്ട് ചെയ്ത വയർ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിലെ വയറിലേക്കും 12 വോൾട്ട് നേടിയേക്കുന്ന 2 പോയിന്റിലെ വയർ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ 2 സൈഡിലായിട്ടുള്ള വയറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ആ രീതിയിൽ നമ്മളിവിടെ 3 വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇൻസ്റ്റലേഷൻ ചെയ്തെടുക്കണം. അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു സബിൻ്റെ ബോർഡും 12 വോൾട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടായിരുന്ന പഴയ ട്രാൻസ്ഫോമറിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾ രണ്ടാമത് ഇങ്ങനെ മേടിക്കുന്ന ആംപ്ലിഫയർ ബോർഡിന് വോൾട്ട് കൂടുതൽ വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ വയർ ജോയിൻ ചെയ്ത ഈ ഭാഗം നമ്മൾ ഹീറ്റ് സിങ്ക് ട്യൂബ് ഉപയോഗിച്ച് ഇൻസ്റ്റലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് സബ് വൂഫറിൻ്റെ ഔട്ട് എടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വയർ സോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം സബ് വൂഫറിൻ്റെ ഔട്ടിൽ നിന്നുള്ള വയർ വെറുതെ പുറത്തേക്ക് ഇടുന്നേക്കാളും നല്ലതാണ് ഇങ്ങനെ ഒരു വയർ കണക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇങ്ങനത്തെ കണക്ടറിനായിട്ട് 10 രൂപയ്ക്കേ ഉള്ളൂ, ഇലക്ട്രിക് ഷോപ്പുകളിൽ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു സബ് ആംപ്ലിഫയർ ബോർഡിലേക്ക് ഓഡിയോ ഇൻപുട്ട് കൂടി കണക്ട് ചെയ്യണം. അതിന് നമുക്ക് USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത് ഈ 3 വയർ. ഇപ്പോൾ ആംപ്ലിഫയർ ബോർഡുള്ള ഈ 3 വയർ ഇതിൽ സെൻറ്ററിലെ വയർ നെഗറ്റീവും അതായത് ഗ്രൗണ്ടും 2 സൈഡിലുള്ള 2 വയർ ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടിൻ്റെ പോസിറ്റീവുമാണ്. അപ്പോൾ USB പ്ലെയറിൻ്റെ R ഔട്ട് AGND L ഔട്ട് ഈ 3 പോയിന്റിലേക്കാണ് നമുക്ക് ഈ 3 വയർ കണക്ട് ചെയ്യാനുള്ളത്. R ഔട്ട് L ഔട്ട് ഇത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. AGND എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രൗണ്ടാണ്, രണ്ടിൻ്റെയും നെഗറ്റീവ്.
അപ്പോൾ അതിലേക്ക് നമ്മൾ 3 വയറും കണക്ട് ചെയ്യുന്നുണ്ട് ആംപ്ലിഫയർ ബോർഡിലുള്ള. അപ്പോൾ ഈ USB പ്ലെയറിൽ ഇപ്പോൾ 2 സെറ്റ് വയർ കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത സബ് ആംപ്ലിഫയർ ബോർഡിൻ്റെയും ഒന്ന് നമ്മുടെ പഴയ സ്റ്റീരിയോ ആംപ്ലിഫയറിൻ്റെ ബോർഡിൻ്റെ വയറുമാണ്. അതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള നിർത്താതുള്ള മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ലായിരുന്നു. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ മഴ പെയ്യും, പിന്നെ അതെല്ലാം വാരി കെട്ടിവെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആംപ്ലിഫയറിലേക്ക് നമുക്കൊരു സബ് ആംപ്ലിഫയർ ആഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആംപ്ലിഫയറിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു സബ് ആംപ്ലിഫയർ ബോർഡ് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻ. പുതിയതായി ആഡ് ചെയ്യുന്ന ബോർഡിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുക, ഓഡിയോ ഇൻപുട്ട് കണക്ട് ചെയ്യുക, വോളിയം കൺട്രോൾ കണക്ട് ചെയ്യുക, സ്പീക്കർ ഔട്ട്പുട്ട് സോക്കറ്റ് കണക്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ആ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള വോൾട്ടും ആംബിയറും അനുസരിച്ചുള്ള ട്രാൻസ്ഫോമർ കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കും ഞാനിവിടെ ഉപയോഗിച്ച പോലത്തെ ഇങ്ങനത്തെ സബ് ആംപ്ലിഫയർ ബോർഡ് ഷോപ്പുകളിൽ കിട്ടുമെങ്കിൽ അത് മേടിച്ച് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിച്ച ഒരു മോസ്ഫെറ്റ് ടൈപ്പ് ആംപ്ലിഫയർ ബോർഡ് അതാണെങ്കിലും ഉപയോഗിക്കാം. ആ ഒരു ബോർഡ് ആകുമ്പോൾ 24 വോൾട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ബോർഡാണെങ്കിൽ ഇത് 12 വോൾട്ടിൽ തന്നെ വർക്ക് ചെയ്യിക്കാം നമുക്ക്. അപ്പോൾ ഇത്രയുള്ളതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യിച്ചുകൂടി കേൾപ്പിക്കാം. കോപ്പി റൈറ്റിൻ്റെ പ്രശ്നങ്ങളാണ്, പാട്ട് പ്ലേ ചെയ്യാത്ത, എല്ലാവരും ക്ഷമിക്കുക. ഞാനിതിൽ 6 ഇഞ്ചിൻ്റെ സബ് ബൂഫറാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം വോളിയം കൂട്ടാൻ പറ്റില്ല, ബൂഫറിൻ്റെ സൗണ്ട് പതറിപ്പോവും. അപ്പോൾ ഈ കാണുന്ന പോലെ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടുള്ള ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കാം. അതുപോലെ കുറഞ്ഞ ചിലവിലുള്ള 2.1 ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ A to Z കണക്ഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ ഇതിൻ്റെ യഥാർത്ഥ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തേക്കാം.